ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾക്കൊത്ത് നമ്മെ ശിക്ഷിക്കാതെ നമ്മോട് കരുണ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈശോനാഥന് നന്ദി പറഞ്ഞുകൊണ്ട് നേഴ്സസ് ടൈമിലേക്ക് നിങ്ങളേവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറിയിൽ 723 ഖണ്ഡികയിൽ ഈശോ ഇപ്രകാരം പറയുന്നു: എൻ്റെ കരുണയിൽ ശരണം വയ്ക്കുന്നവരാരും നശിച്ചു പോവുകയില്ല, കാരണം അവരുടെ എല്ലാ കാര്യങ്ങളും എൻ്റേതാണ്. അവരുടെ ശത്രുക്കൾ എൻ്റെ പാദപീഠത്തിന് കീഴിൽ ചിതറിക്കപ്പെടും. ഇന്ന് അബുദാബി നഴ്സസ് മിനിസ്ട്രിയോടൊപ്പം ദിവ്യകാരുണ്യ ഈശോയെ ആരാധിക്കുമ്പോൾ നമ്മെയും ലോകം മുഴുവനെ തന്നെയും അവിടുത്തെ കരുണക്കടലിൽ നമുക്ക് സമർപ്പിക്കാം. വിളക്കിൻ നടുവിൽ ശോഭപൂർണനാ, മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ, ആദ്യനും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ, ആരാധന ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മെ അനുഗ്രഹിക്കുവാനായി നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യമായി അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ സന്നിധിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന ഈ ഈശോയുടെ സന്നിധിയിൽ, സ്നേഹം തന്നെയായ ഈശോയുടെ സന്നിധിയിൽ ഒത്തിരി സ്നേഹത്തോടു കൂടി നമുക്കായിരിക്കാം. ഈശോയുടെ സ്നേഹവും കൃപയും അനുഗ്രഹവും വർഷിക്കുന്ന മണിക്കൂറാണ് ഇപ്പോൾ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം 22-ാം അധ്യായം 37-ാം വചനത്തിൽ ഈശോ തന്നെ എപ്രകാരം സ്നേഹിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം. നമ്മുടെ സന്നിധിയിലായിരിക്കുന്ന ഈശോയെ പൂർണ്ണ ആത്മാവും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി
സ്വർഗത്തിലെ സകല മാലാഖമാരോടുമൊപ്പം സകല വിശുദ്ധരോടും ഒന്നു ചേർന്ന് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ സ്തുതി. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, വാഴ്ത്തുന്ന കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, യേശുവേ സ്തുതിക്കുന്നു, ആരാധന, യേശുവേ സ്തുതിക്കുന്നു, ഹല്ലേലൂയ. ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ. സങ്കീർത്തനം 33:5 നാം ഇപ്രകാരം വായിക്കുന്നു: കർത്താവിൻ്റെ കരുണ കൊണ്ട് ഭൂമി നിറഞ്ഞു നിൽക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, അവിടുത്തെ കരുണ ഒഴുക്കുന്ന മണിക്കൂറാണിത്. പുതിയ നിയമത്തിലുടനീളം നമ്മൾ പരിശോധിക്കുമ്പോൾ കരുണ വർഷിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഈശോയെ നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാവരും കുറ്റപ്പെടുത്തിയപ്പോഴും പാപിനിയായ മറിയത്തെ എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചുകൊണ്ട് അവളെ ആശ്വസിപ്പിച്ച് പറഞ്ഞയക്കുന്ന ഈശോ അവളോട് കരുണ കാണിക്കുന്നു. 38 കൊല്ലമായി തളർവാദം പിടികെട്ട് ബത്സയില കുളക്കരയിൽ കിടക്കുന്ന തളർവാദ രോഗിയുടെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് അവന് സൗഖ്യം നൽകി അവനോട് കാരുണ്യം കാണിക്കുന്ന ഈശോ. സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, കർത്താവേ, നിൻ്റെ ചിന്തയിൽ വരുവാൻ മാത്രം എന്തു മേന്മയാണ് മർത്യനുള്ളത്. നിൻ്റെ പരിഗണന ലഭിക്കുവാൻ മാത്രം മനുഷ്യപുത്രന് എന്ത് യോഗ്യതയാണുള്ളത്. ഒരു മേന്മയും യോഗ്യതയുമില്ലാത്ത നമ്മെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അനുദിനം അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ വർഷിക്കുന്ന അവിടുത്തെ അനന്തകാരുണ്യത്തെ ഓർത്ത് ഒരിക്കൽ കൂടി നന്ദിയോടെ നമുക്ക് കരങ്ങൾ ഉയർത്തി ഈശോയെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, യേശുവേ. തിരുവത്താഴത്തിൻ്റെ പുണ്യ സ്മരണയിൽ തീയായി നാവിൽ പടരാനായി ദൈവമിതാ തിരുവോസ്തിയായി രൂപം പ്രാപിച്ചണയുന്നു. സങ്കീർത്തനങ്ങൾ 34 അധ്യായം 7 തിരുവചനം ഇപ്രകാരം പറയുന്നു: ദൈവമേ, അങ്ങയുടെ കാരുണ്യം എത്ര അമൂല്യം! മനുഷ്യമക്കൾ അങ്ങയുടെ ചിറകുകളുടെ തണലിൽ അഭയം തേടുന്നു. ഞാൻ കരുണയും സ്നേഹവുമാണെന്നും എൻ്റെ കരുണ ഒരിക്കലും അവസാനിക്കുകയില്ലെന്നും അരുൾ ചെയ്ത ദിവ്യകാരുണ്യ ഈശോയെ, ലോകം മുഴുവനും അങ്ങയുടെ കരുണയും സ്നേഹവും നിറയുവാനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും അങ്ങയുടെ കരുണയുള്ള തിരുഹൃദയത്തിൽ ഞങ്ങളിതാ സമർപ്പിക്കുന്നു. നാളിതുവരെ അങ്ങയെ അറിയാതെ പോയ നഴ്സുമാരെയും അങ്ങയിൽ വിശ്വാസമില്ലാതെ ജീവിക്കുന്ന എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും അങ്ങയുടെ കരുണക്കടലിൽ മുക്കിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുവഴി അവർ ഈശോയുടെ സാക്ഷികളും
മറ്റുള്ളവർക്ക് മാതൃകകളുമായി ജീവിക്കുന്ന മക്കളാക്കി മാറ്റണമേ എന്ന് യാചിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ. പുറപ്പാട് 15-ാം അധ്യായം 13-ാം തിരുവചനം. അങ്ങ് വീണ്ടെടുത്ത ജനത്തെ കാരുണ്യത്തോടെ അങ്ങ് നയിച്ചു. ഈശോയെ, ഞങ്ങളായിരിക്കുന്ന കത്തോലിക്ക സഭയെയും സഭയെ നയിക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയെയും മെത്രാന്മാരെയും വൈദികരെയും കന്യാസ്ത്രീകളെയും ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ തിരുമുമ്പിൽ ഞാൻ താഴ്മയോടെ സമർപ്പിക്കുന്നു. ഈശോയെ, അവരിലേക്ക് അങ്ങയുടെ അനന്തമായ കരുണയും കൃപയും ചൊരിയപ്പെടുന്നതിനും അങ്ങനെ അത് മറ്റുള്ളവരിലേക്കും ഒഴുകി അവരെ രക്ഷയുടെ മാർഗത്തിലേക്ക് നയിക്കുന്നതിനും ദൈവമേ, അങ്ങയുടെ അനന്തമായ കരുണ ലോകമെങ്ങും വ്യാപിക്കുന്നതിനും വേണ്ടി ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. സ്തുതി, 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 ആരാധന, സ്തുതി, 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 ഹല്ലേലൂയ, സ്തുതി, ഹല്ലേലൂയ, സ്തുതി, സ്തുതി, ഹല്ലേലൂയ, സ്തുതി, 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 ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ. നിയമാവർത്തന പുസ്തകം 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറ വരെ ഞാൻ കരുണ കാണിക്കും. യേശുനാഥ, അങ്ങയുടെ കരുണയുടെ സാഗരത്തിലേക്ക് ലോകം മുഴുവനുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അവരുടെ കുഞ്ഞുങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളെ ഞങ്ങൾ ഈ നിമിഷം ഓർക്കുന്നു. കുഞ്ഞുങ്ങളെ ആയിരിക്കുന്ന അവസ്ഥയിൽ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരുടെ പഠന മേഖലകൾ, ബുദ്ധിയുടെ തലങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ എല്ലാം കർത്താവെ അങ്ങയുടെ കരുണയ്ക്ക് തരുന്നു. അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ധൈര്യപ്പെടുത്തുകയും ചെയ്യണമേ. യേശുവേ, കുഞ്ഞുങ്ങളിൽ നിന്ന് ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ പ്രവാചക ശബ്ദങ്ങൾ ഉയർന്നു വരുവാനായി അങ്ങ് അനുഗ്രഹിക്കണമേ. മക്കളില്ലാതെ വേദനിക്കുന്ന ദമ്പതിമാരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ,
മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലം അവിടുത്തെ സമ്മാനവും. അവിടുത്തെ സമ്മാനമായ മക്കളെ നൽകി ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്ത എല്ലാ കാര്യവും ഞങ്ങൾക്ക് ലഭിച്ചെന്ന് ഉറച്ച വിശ്വാസത്തോടെ യേശുവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആരാധന. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവനുമതിന്മേൽ കരുണയുണ്ടാകണമേ. ഏറ്റവും കാരുണ്യവാനായ പൊന്നീശോയെ, ഈ നിമിഷം അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുവാൻ ഞങ്ങളെ അനുവദിച്ച അങ്ങയുടെ അനന്തമായ കാരുണ്യത്തെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സങ്കീർത്തനം 23-ാം അധ്യായം 6-ാം തിരുവചനം: അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. ഈശോയെ, ഈ തിരുവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കളെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കളുടെ മേലും, പ്രത്യേകമായി ആരും പ്രാർത്ഥിക്കുവാനില്ലാതെ വേദനിക്കുന്ന എല്ലാ ശുദ്ധീകരണ ആത്മാക്കളുടെ മേലും ഈശോയെ അങ്ങയുടെ അനന്തമായ കരുണ അങ്ങ് ഒഴുക്കണമേ. ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ കരുണക്കടലിൽ അവരെ അങ്ങ് മുക്കിയെടുക്കണമേ. ഈശോയെ, അവരുടെ പാപങ്ങളിൽ നിന്നെല്ലാം അവരെ മോചിപ്പിച്ച് വിശുദ്ധീകരിച്ച് അങ്ങയുടെ നിത്യജീവനിലേക്ക് അവരെ സ്വീകരിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവനുമതിന്മേൽ കരുണയുണ്ടാകണമേ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 36-ാം വാക്യത്തിൽ ഇപ്രകാരം അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ: നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവനായിരിക്കുവിൻ. ദിവികാരുണ്യനാഥ, അങ്ങയുടെ കനിവ് നിറഞ്ഞ ഹൃദയത്തിലേക്ക് ആത്മീയ മന്ദത ബാധിച്ച ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുകയാണ്. നേഴ്സുമാരായ ഞങ്ങളുടെ നിർജ്ജീവമായ ശുശ്രൂഷകളിലേക്കും പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകളിലേക്കും മറ്റുള്ളവരെ സ്നേഹിക്കുവാനോ മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനോ ക്ഷമിക്കുവാനോ പറ്റാത്ത അവസ്ഥകളിലേക്കും അങ്ങയുടെ കരുണ ഒഴുക്കണമേ. ഈശോയെ, അങ്ങയുടെ സ്നേഹാഗ്നി ജ്വാലയാൽ ഞങ്ങളെ ഓരോരുത്തരെയും ജ്വലിപ്പിക്കണമേ. ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. ഒരു പുതു ചൈതന്യം ഞങ്ങളിൽ നിറയ്ക്കണമേ. 2 Korinthos 5:17 ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെമേൽ കരുണയുണ്ടാകേണമേ. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 16-ാം തിരുവചനം. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, കർത്താവിൻ്റെ ദയയാണ് എല്ലാറ്റിനും അടിസ്ഥാനം. കർത്താവെ, ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഓരോ നഴ്സുമാരുടെയും കുടുംബങ്ങൾ ഒരു മിഷൻ കുടുംബമായി തീരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഓരോ നഴ്സുമാരും ഒരു മിഷണറിമാരായി തീരട്ടെ. ഞങ്ങളുടെ ഈ ആഗ്രഹത്തിൻ്റെ മേൽ അവിടുത്തെ അനന്തമായ കരുണ ഭക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഈ കാലഘട്ടത്തിൽ ഈശോയെ സേവിക്കുന്ന കുടുംബങ്ങളായി ഞങ്ങളുടെ കുടുംബങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ശാലോം ടി വിയിലൂടെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും നിയോഗങ്ങളെയും ഈശോയ്ക്ക് മുമ്പിൽ സമർപ്പിക്കാം. നമ്മുടെയും വ്യക്തിപരമായ നിയോഗങ്ങൾ ഈശോയ്ക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ സന്നിധിയിൽ മൗനമായി പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ. ദിവ്യകാരുണ്യേശോയെ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞ ഈശോനാഥ, ഈ തിരുമണിക്കൂറിൽ നിൻ്റെ അടുത്തായിരിക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിച്ചു. നിൻ്റെ സന്നിധിയിലിരുന്ന് ഒരുപാട് ഹൃദയസമാധാനവും ഹൃദയ സന്തോഷവും അനുഭവിക്കാൻ ഇടയായി. ഞങ്ങളുടെ ജീവിത വീഥികളിൽ, ഞങ്ങളുടെ ശുശ്രൂഷ മേഖലകളിൽ ഈ ഹൃദയ സമാധാനവും ഹൃദയ സന്തോഷവും പുലർത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ. പൗലോസ്ലീഹ പറഞ്ഞു, കർത്താവേ, നിൻ്റെ കൃപ എനിക്ക് മതി. കർത്താവിതാ, പൗലോസ്ലീഹായെപ്പോലെ ഞങ്ങൾ നിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷ മേഖലകളിൽ അഭിഷേകമുള്ളവരായി വർത്തിക്കുവാൻ നിൻ്റെ കൃപ ഞങ്ങൾക്ക് തരണേ. നിൻ്റെ കരുണ കടാക്ഷം ഞങ്ങളുടെ മേൽ നീട്ടണമേ. പരിശുദ്ധ അമ്മയോടും സകല വിശുദ്ധരോടും ചേർന്ന് ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും കർത്താവേ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ആരെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വരട്ടെ,
നിത്യജീവൻ്റെ അരുവിയായ ഈശോയെ, ഈ തിരുമണിക്കൂറിൽ ഞങ്ങളുടെ ആത്മീയ ദാഹത്തിനായി നിൻ്റെ അരുവിയിൽ നിന്ന് കുടിക്കാൻ ഞങ്ങൾക്ക് തന്നതിൻ്റെ കൃപയുടെ അളവ് വളരെ വലുതാണ് ഈശോയെ. കർത്താവെ, ഞങ്ങളുടെ ജീവിത വഴികളിൽ, ഞങ്ങളുടെ ശുശ്രൂഷ മേഖലകളിൽ ആത്മീയരായി സൗഖ്യം നൽകുന്ന ശുശ്രൂഷകരായിട്ട് മാറാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ മക്കളിലേക്ക്, ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന രോഗികളിലേക്ക് നീ സൗഖ്യമായി ശാന്തിയായി കടന്നു വരണേ. ഞങ്ങളിതാ നിൻ്റെ മുമ്പിൽ നിൻ്റെ അനുഗ്രഹത്തിനായി കൈകൾ കൂപ്പി തലകൾ കുമ്പിട്ട് ഞങ്ങളായിരിക്കുന്നു. നിൻ്റെ 2 കരങ്ങളിൽ നീട്ടി കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണേ, ഞങ്ങളെ സൗഖ്യപ്പെടുത്തണേ, ഞങ്ങളെ ആശീർവദിക്കണേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈ ദിവ്യകാരുണ്യ ആരാധനയിലൂടെ നമ്മിലേക്ക് ഇറങ്ങി വന്ന കാരുണ്യവാനായ ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. നമ്മുടെ സഹോദരങ്ങളോട് കരുണയോടെ വർത്തിക്കാൻ 3 വഴികൾ ഈശോ സിസ്റ്റർ ഫൗസ്റ്റീനായിലൂടെ നൽകുന്നുണ്ട്. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും പ്രാർത്ഥനകളും നമ്മുടെ ചുറ്റിലുള്ളവർക്ക് കാരുണ്യ പ്രവൃത്തികളായി മാറണം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. ദൈവമേ, നിൻ പാദേ സർവമർപ്പിച്ചേകാം. എന്നേരവും സ്തുതി ആരാധന. കൺകുളിർക്കെ കാണാം, മനം തുറന്നേകാം. എന്നേരവും സ്തുതി